ഓക്കെ, സോ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതുവരെ മുനിസിപ്പൽ വാല്യൂ, അതുപോലെ ഫെയർ ആൻഡ് സ്റ്റാൻഡേർഡ് റെന്റ്, പിന്നെ വേക്കൻസി ഉള്ള കേസിലുള്ള റെന്റിന്റെ കാൽക്കുലേഷൻ, ഇതെല്ലാം നമുക്ക് ഇതുവരെ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ശരി, നെക്സ്റ്റ് കൺസെപ്റ്റ്. നമുക്ക് ഈ ഇൻകം ഫ്രം പ്രോപ്പർട്ടിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് എക്സ്പെൻസസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഡിപ്രീസിയേഷൻ അതൊരു എക്സ്പെൻസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ബിൽഡിങ്ങിന് റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ഒക്കെ ഉണ്ടാവും. പലതരത്തിലുള്ള മെയിൻ്റനൻസ് വർക്ക്സ് ഉണ്ടാവും, പലതരത്തിലുള്ള റിപ്പയർ വർക്ക്സ് ഉണ്ടാവും, പലതരത്തിൽ ഇങ്ങനെ ഈ പറയുന്ന പോലെ റിപ്പയർസിൽ തന്നെ പല ടൈപ്പ്, ഫർദർ പെയിന്റിങ്, പിന്നെ പ്ലംബിങ്, അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. പക്ഷേ ആസ് പെർ ആക്ട് നമുക്ക് ഈ എക്സ്പെൻസസ് ഒന്നും കിട്ടില്ല, ഡിപ്രീസിയേഷൻ പോലും കിട്ടില്ല. ഓക്കെ, ഇൻകം ഫ്രം പ്രോപ്പർട്ടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ പോലും അലൗഡ് അല്ല. പകരം ഇതിന് പകരം ഡിപ്പാർട്ട്മെന്റ് ഒരു സ്പെസിഫൈഡ് പെർസെന്റേജ് ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വരാം. സോ മെയിൻലി നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് ഇൻകം ഫ്രം പ്രോപ്പർട്ടിയിൽ നമുക്ക് കിട്ടുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത് മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തതാണ്. ഓക്കെ, അറിയാമല്ലോ, മുനിസിപ്പൽ ടാക്സ് പേ ചെയ്യണം. മുനിസിപ്പൽ ടാക്സ് നമ്മുടെ പഞ്ചായത്തിന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് പേ ചെയ്യേണ്ടി വരും. മുനിസിപ്പൽ ടാക്സ് പേ ചെയ്യുന്ന ഡിഡക്ഷൻ അലൗഡ് ആണ്. മുനിസിപ്പൽ ടാക്സ് ഈസ് അലൗഡ്. പക്ഷേ ആസ് യൂഷ്വൽ ഇൻകം ടാക്സ് ആക്ടിൽ എന്തൊക്കെ ഡിഡക്ഷനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അലവൻസോ അല്ലെങ്കിൽ എക്സ്പെൻസോ തരാമെന്ന് പറഞ്ഞാലും അതിന്റെ കൂടെ പലതരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ടാവും. ഓക്കെ, സോ മുനിസിപ്പൽ ടാക്സ് കിട്ടണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ബൈ ദി അസസി. നമ്മുടെ ടെനന്റ് ആണ് ഈ പറയുന്ന മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തിട്ടുള്ളതെങ്കിൽ സോറി, ഡിഡക്ഷൻ കിട്ടില്ല. ഓക്കെ, അസസി തന്നെ പേ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ആക്ച്വൽ പേയ്മെന്റ് വേണം, അക്രൂവൽ ഒന്നും അല്ല, ആക്ച്വൽ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടാവണം, എങ്കിൽ മാത്രമേ ഡിഡക്ഷൻ കിട്ടൂ. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ യെസ്, നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ്, GAV ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്നാണ് നമ്മൾ മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തത് കുറയ്ക്കുന്നത്. സോ ഗ്രോസ് ആനുവൽ വാല്യൂ മൈനസ് മുനിസിപ്പൽ ടാക്സ് വിൽ ഗിവ് us NAV, നെറ്റ് ആനുവൽ വാല്യൂ. GAV minus municipal tax will give us NAV, that is net annual value. So ഒരു ഡിഡക്ഷൻ നമുക്ക് മനസ്സിലായി. ഈ ഡിഡക്ഷന്റെ പ്രത്യേകത നിങ്ങൾ ഓർത്തിരിക്കണം, എപ്പോഴും ഓർത്തിരിക്കണം. നമുക്ക് സ്ട്രൈറ്റ് അവേ ഒന്നും തരുന്നില്ല, ആക്ച്വൽ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. പലപ്പോഴും നമ്മൾ ടെനന്റിനെ കൊണ്ട് ഇത് അടപ്പിക്കാറുണ്ട്, പക്ഷെ നമുക്ക് ആ ഒരു ഡിഡക്ഷൻ കിട്ടില്ല. ലാൻഡ് ലോഡ് തന്നെ പേ ചെയ്തിട്ടുണ്ടാവണം, ഈ ബിൽഡിംഗ് ഓണർ തന്നെ പേ ചെയ്തിട്ടുണ്ടാവണം. അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷൻ. നെക്സ്റ്റ് വൺ. ഓക്കെ, സോ ഒരു ഡിഡക്ഷൻ നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് വൺ, ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഇതൊരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്കീമാണ്. ഓക്കെ, നല്ല സ്കീമാണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് 30% ഓഫ് NAV വിൽ ബി ഗിവൺ ആസ് എ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ഓക്കെ, ലെറ്റ്സ് സേ നിങ്ങൾക്ക് റെന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ബാക്കി സ്റ്റാൻഡേർഡ് റെന്റ് ആക്ച്വൽ റെന്റ് ആണെന്ന് നോക്കണ്ട, GAV എന്ന് പറയുന്നത് 100 റുപ്പീസ്. നിങ്ങൾ മുനിസിപ്പൽ ടാക്സ് 10 റുപ്പീസ് പേ ചെയ്തിട്ടുണ്ട്, ഡിഡക്ഷൻ കിട്ടും, കുഴപ്പമില്ല. സോ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നതിനാണ് നമ്മൾ NAV എന്ന് വിളിക്കുന്നത്. NAV എന്ന് പറയുന്നത് 90 റുപ്പീസ്. ഈ 90 റുപ്പീസിൽ നിന്ന് കുറയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് സെക്ഷൻ പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 24. ഓക്കെ, സെക്ഷൻ 24 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അറ്റ് ദ റേറ്റ് ഓഫ് 30% നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുറയ്ക്കാം. ഈ ഒരു എക്സ്പെൻസിന്റെ പ്രത്യേകത, ഈ ഒരു ഡിഡക്ഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ഡ്യൂറിംഗ് ദ ഇയർ ഒരു രൂപ പോലും എക്സ്പെൻസ് ആ പ്രോപ്പർട്ടിയിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഡിഡക്ഷൻ കിട്ടും. ഇതുകൊണ്ട് നല്ല പ്രയോജനമുണ്ട്. ഓൺ ദി അതർ ഹാൻഡ്, നിങ്ങൾക്കൊരു സിഗ്നിഫിക്കന്റ് എക്സ്പെൻസ് റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ആയിട്ട് അല്ലെങ്കിൽ അതുപോലെ എക്സ്പെൻസസ് ഉണ്ടായെങ്കിലും കാര്യമൊന്നുമില്ല, കാരണം ഈ 30% മാത്രമേ either way കിട്ടും. സോ NAVയുടെ 30% നിങ്ങൾക്ക് ഫ്ലാറ്റ് ആയിട്ട് ഡിഡക്ഷൻ കിട്ടും. 30% എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കേസിൽ 90 into 30% വിൽ ഗിവ് us 27. ഓക്കെ, സോ 90 minus 27 എത്രയാ? 63യോ? 63 ആണോ? 63 ആണോ? 90 minus 27 63 ആണോ? കൺഫേം ചെയ്യൂ. എനിവേ, സോ ദിസ് വിൽ ബി അവർ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടുള്ള ഡിഡക്ഷൻ നമുക്ക് ഇപ്പോൾ നോക്കാം. എനിവേ, കൺസെപ്റ്റ് മനസ്സിലായല്ലോ അല്ലേ? ക്വസ്റ്റ്യൻ.
ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾക്ക് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നോട്ട്ബുക്ക് എടുക്കണം, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ മുനിസിപ്പൽ വാല്യൂ ഇസ് ഈക്വൽ ടു 90,000. ഫെയർ റെന്റ് ഈസ് ഈക്വൽ ടു 1,40,000. സ്റ്റാൻഡേർഡ് റെന്റ് ഈസ് ഈക്വൽ ടു 1,20,000. ആക്ച്വൽ റെന്റ് ഈസ് ഈക്വൽ ടു ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ബിൽഡിംഗ് വാസ് ലെറ്റ് ഔട്ട് ഫോർ ₹12,000 per month and building was let out for 11 months only. Which means 1 month vacant ആയിട്ടുണ്ട്. Okay, 1 month vacant ആയിട്ടുണ്ട്. Next one. Municipal tax is equal to 40,000. Okay, so compute income from house property. Compute ചെയ്യുക, ട്രൈ ചെയ്യുക. നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും, ഈസിയാണ്. ഒന്ന് രണ്ട് പേർക്ക് ആൻസർ കിട്ടി, ബാക്കിയവർക്കൊന്നും കിട്ടിയില്ലേ? പെട്ടെന്നായിക്കേ. സിമ്പിൾ ക്വസ്റ്റ്യൻ. അതുപോലെ നമ്മുടെ ഡെയിലി ഇന്ന് തന്ന ഡെയിലി അസസ്മെന്റ്, ഇന്നലത്തെ കൺസെപ്റ്റ്, അത് 5 സ്റ്റുഡൻസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബാക്കിയവരും കൂടെ ഒന്ന് ചെയ്യുക, സമയം കണ്ടെത്തുക അതിനു വേണ്ടി. എനിക്കറിയാം ഇതിൽ ഒത്തിരി സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ അതിനു വേണ്ടി ഇപ്പോൾ ഒന്ന് സമയം കണ്ടെത്തണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിപ്പിച്ച് പോകുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇത് കൺസെപ്റ്റ് കവർ ചെയ്ത് പോകാൻ പറ്റും. സോ ഡെയിലി നിങ്ങൾ പഠിക്കാൻ സമയം കണ്ടെത്തണം. ഓക്കെ, നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. മൊത്തം ചെയ്യേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഓക്കെ, GAV വരുന്നത്, GAV എത്രയാണ് വരുന്നത്? GAV എത്ര കിട്ടിയേ? GAV എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയേ? GAV 1,32,000 ആയിരുന്നോ? 1,32,000 ആണോ? NAV അല്ല, GAV. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ എക്സ്പെക്ടഡ് റെന്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി, ഓക്കെ, എക്സ്പെക്ടഡ് റെന്റ് കിട്ടിയിരിക്കുന്നത് 1,20,000. മൊത്തം ഞാൻ ചെയ്യുന്നില്ല, എക്സ്പെക്ടഡ് റെന്റ് 1,20,000 കിട്ടിയിട്ടുണ്ട്. ആക്ച്വൽ റെന്റ് കിട്ടിയിരിക്കുന്നത്, that is annual rent minus unrealized rent, it will be 1,42,000
1,44,000. സോ ഈ ഒരു കേസിൽ ആക്ച്വൽ റെന്റ് ആണ് ഹയർ ആയിട്ട് നിൽക്കുന്നത്. സോ ആക്ച്വൽ റെന്റിൽ നിന്ന് നിങ്ങൾ നമ്മളുടെ ലോസ്റ്റ് ഡ്യൂ ടു വേക്കൻസി കുറച്ചിട്ടുണ്ട്. ലോസ്റ്റ് ഡ്യൂ ടു വേക്കൻസി കുറച്ച് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് GAV ആസ് 1,32,000. യെസ്, ശരിയാണ്, നിങ്ങൾ ചെയ്തത് ശരിയാണ്. നെക്സ്റ്റ് വൺ, മുനിസിപ്പൽ ടാക്സ് സ്ട്രൈറ്റ് അവേ നമുക്ക് കുറയ്ക്കാം. സോ GAV is equal to 1,32,000 മൈനസ് മുനിസിപ്പൽ ടാക്സ്. മുനിസിപ്പൽ ടാക്സ് പറഞ്ഞിരിക്കുന്നത് 40,000. So 1,32,000 minus 40,000 will give us net annual value. It will be 92,000. ഇത്രയും കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പ്ലസ് സെക്ഷൻ 24 deduction, that is at the rate of standard deduction at the rate of 30%. It will be 92,000 ന്റെ 30% എത്രയാണ് വരുന്നത്? 92,000 ന്റെ 30% എത്ര വരും? 92 ന്റെ 30% 27,600 ആണ്. ഓക്കെ, 27,600. So income from house property will be the difference. ഓക്കെ, ആൻസർ കിട്ടിയല്ലോ അല്ലേ? സോ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്ര വരും? That is after deducting this 30%. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്ര വരുന്നുണ്ട്? ഫൈനൽ ആൻസർ 92,000 minus 27,600. ഓക്കെ, 64,400. യെസ്, താങ്ക് യു. 64,400. ഓക്കെ, സോ നമുക്ക് ആൻസർ കിട്ടി. നെക്സ്റ്റ് വൺ. ഈ ബിൽഡിംഗ് പണിയുന്നത് പലപ്പോഴും ലോൺ എടുത്താണ് ബിൽഡിംഗ് പണിയുന്നത്. ഓക്കെ, പലപ്പോഴും ലോൺ എടുത്താണ് നമ്മൾ ബിൽഡിംഗ് പണിയാറുള്ളത്. അപ്പൊ പിന്നെ ലോൺ എടുക്കുന്നത് ഡിഡക്ഷൻ ആയിട്ട് കൊടുക്കണ്ട എന്നൊരു ക്വസ്റ്റ്യൻ ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ വന്നു. ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് ലോൺ എടുക്കുന്നത് നമുക്ക് തീർച്ചയായും ആ ഇൻട്രസ്റ്റ് എമൗണ്ട് ഡിഡക്ഷൻ ആയിട്ട് കൊടുക്കാം. ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ്സ് ഫോർ ബിൽഡിംഗ് ദിസ് ഹൗസ് പ്രോപ്പർട്ടി, ബിൽഡിംഗ് ദിസ് ഫോർ ദിസ് ബിൽഡിംഗ്. ഓക്കെ, ഇൻട്രസ്റ്റ് എമൗണ്ട് ഡിഡക്ഷൻ നമുക്ക് കൊടുക്കാം. സെക്ഷൻ 24 തന്നെ നമുക്ക് ഡിഡക്ഷൻ കൊടുക്കാം. പക്ഷെ അതിന് കുറച്ച് ലിമിറ്റ്സ് ഉണ്ട്. ലിമിറ്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ, ആക്ച്വലി രണ്ട് ടൈപ്പ് പ്രോപ്പർട്ടി നമുക്കുണ്ട്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി. സെക്കൻഡ് വൺ ലെറ്റ് ഔട്ട്. ലെറ്റ് ഔട്ട് ഇല്ലെങ്കിലും നമുക്കൊരു ഡീംഡ് ലെറ്റ് ഔട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഹൗസ് പ്രോപ്പർട്ടി സെക്ഷനിൽ 3 ടൈപ്പ് പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി, വിച്ച് മീൻസ് അയാൾക്ക് താമസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി, അതാണ് സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി. ഇനി അതിന് പുറമെ അയാൾ റെന്റിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി മേ ബി ഉണ്ടാകാം. റെന്റിന് കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടിനെയാണ് നമ്മൾ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. പിന്നെ ഇതിനൊക്കെ പുറമെ ഈ റെന്റിന് കൊടുത്തിട്ടില്ല എങ്കിലും അറ്റ് എ ടൈം ഒരാൾക്ക് 2 സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി ഇൻകം ടാക്സ് ആക്ട് പറഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് വെറുതെ നോക്കാം. സോ ലെറ്റ്സ് ഒരാൾക്ക് 4 ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. അയാൾ അതിൽ 2 എണ്ണം സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു, SOP, സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി. പിന്നെയുള്ള 2 എണ്ണം, ആക്ച്വലി 4 ഹൗസ് പ്രോപ്പർട്ടീസും ഇയാൾ താമസിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കുന്നത്, ലെറ്റ് ഔട്ട് റെന്റിനൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ അതിൽ 2 എണ്ണം സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആയിട്ട് ഡിക്ലെയർ ചെയ്തു. അപ്പൊ പിന്നെ ബാക്കിയുള്ള 2 എണ്ണം എന്ത് ചെയ്യും? അത് ലെറ്റ് ഔട്ട് ആയിട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ ഇൻകം ടാക്സ് ആക്ട് പറയുന്നത് ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. ഓക്കെ, ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആയിട്ട് ഡിക്ലെയർ ചെയ്യും. ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആയി കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ GAV കമ്പ്യൂട്ട് ചെയ്ത് ടാക്സ് അടയ്ക്കേണ്ടി വരും. സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ NAV എന്ന് പറയുന്നത് ഓൾവേസ് നില്ലാണ്. ഓക്കെ, സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ NAV ഓൾവേസ് നില്ലാണ്. അതേസമയം ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ അങ്ങനല്ല. ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ ടാക്സ് എത്രയാണെന്ന് വെച്ചാൽ കമ്പ്യൂട്ട് ചെയ്ത് പേ ചെയ്യേണ്ടി വരും. ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ ടാക്സ് എത്രയാണെന്ന് വെച്ചാൽ കമ്പ്യൂട്ട് ചെയ്ത് നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഡിക്ലെയർ ചെയ്യേണ്ടി വരും. ഓക്കെ,
അതാണ് ഇവിടെയുള്ള ഒരു പ്രശ്നം. നമുക്കതിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരാം. ഓക്കെ, സോ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ലോൺ എടുത്താണ് ഈ പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്തത്. അത് ആ ലോണിന് കൃത്യമായിട്ട് ഇവർ ഇൻട്രസ്റ്റ് പേ ചെയ്ത് പോകുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഈ ബിൽഡിംഗ് പണി തുടങ്ങിയപ്പോൾ തൊട്ട് അവർ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നതാണ്. ലെറ്റ്സ് ഒരു 10 വർഷത്തേക്കുള്ള ലോണാണ് എടുത്തിരിക്കുന്നത്. ഇയർ 1 ബിൽഡിംഗ് പണി തുടങ്ങി, ആ ടൈമിൽ തന്നെ അവർക്ക് ലോൺ കിട്ടുകയും ചെയ്തു. ഇയർ 3 ആയപ്പോൾ അവർ കൺസ്ട്രക്ഷൻ അവസാനിപ്പിച്ചു. പക്ഷെ അപ്പോഴും കൺസ്ട്രക്ഷൻ തീർന്നു, പക്ഷെ അപ്പോഴും ഈ ലോണിന്റെ ഇൻട്രസ്റ്റ് അവർ പേ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർ 4 ഇവർ ഈ ബിൽഡിംഗ് റെന്റിന് കൊടുക്കാൻ തുടങ്ങി, പക്ഷെ അപ്പോഴും ഇൻട്രസ്റ്റ് പേ ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കൺസ്ട്രക്ഷൻ തീരുന്നതിന് മുമ്പ് ഇവർ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ട്, പിന്നെ കൺസ്ട്രക്ഷൻ തീർന്നു കഴിഞ്ഞും ഇവർ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ആക്ടിൽ പറയുന്നത് പ്രീ കൺസ്ട്രക്ഷൻ പീരിയഡ് ഇൻട്രസ്റ്റ്, അതുപോലെ പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരിയഡ് ഇൻട്രസ്റ്റ്. പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റും പോസ്റ്റ് കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റും. ഈ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റിന്റെ ഡിഡക്ഷൻ ഗവൺമെന്റ് അലോ ചെയ്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്കത് എടുക്കാം. പ്രീ കൺസ്ട്രക്ഷൻ പീരിയഡ് ഇൻട്രസ്റ്റ് പക്ഷെ കൊടുത്തിരിക്കുന്നത് ടോട്ടൽ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യുക. അത് 5 ഇയേഴ്സിൽ 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും, കൺസ്ട്രക്ഷൻ തീർന്ന് കഴിഞ്ഞ്. ഓക്കെ, അതേസമയം പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡിൽ അങ്ങനെ കണ്ടീഷൻസ് ഒന്നുമില്ല. ഏത് വർഷമാണോ എക്സ്പെൻസ് ആ ഒരു ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്, ആ വർഷം തന്നെ അവർക്ക് അത് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ് അലൗ ചെയ്തിട്ടുള്ളത്. അതേസമയം പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള ഡിഡക്ഷൻസോ കണ്ടീഷൻസോ ഒന്നും പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ്, പിന്നെ ഇൻട്രസ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിലൊന്നും ഒരു കാര്യം ഈസി ആയിട്ടൊന്നും ആർക്കും കൊടുക്കില്ല. ഓക്കെ, അങ്ങനെ ഈസി ആയിട്ടൊന്നും കൊടുക്കുന്ന പതിവ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ഇല്ല. പകരം ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത് ഒരു ഡിഡക്ഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ ഒരു 5-6 കണ്ടീഷൻസ് അങ്ങ് വയ്ക്കും. സോ ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രം ഡിഡക്ഷൻ കിട്ടിയാൽ മതി. സ്ട്രേറ്റ് അവേ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു ഡിഡക്ഷനും ഡിപ്പാർട്ട്മെന്റ് കൊടുക്കില്ല. നമ്മുടെ ഈ സെക്ഷനിലേക്ക് വന്നാലും ഇതൊരു ഈസി സെക്ഷനാണ്, ആൾക്കാർക്ക് ഭയങ്കര പ്രയോജനം ഉള്ള ഒരു സെക്ഷനാണ്. പക്ഷെ അങ്ങനെ ഈസി ആയിട്ടൊന്നും ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നില്ല. ഇൻട്രസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ, ഇൻട്രസ്റ്റ് നിങ്ങൾ എടുത്തോ എന്ന് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇൻട്രസ്റ്റിന് കുറച്ച് ലിമിറ്റ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ ഈ മാക്സിമം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 30,000 or 2 lakh. നിങ്ങൾ എത്ര ലക്ഷം രൂപ ഇൻട്രസ്റ്റ് റീപേ ചെയ്താലും സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ കേസിൽ ഒരു ലിമിറ്റ് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 30,000 or 2 lakh. 30,000 എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്തത് 1/4/1999 മുമ്പാണെങ്കിൽ നിങ്ങൾക്ക് 30,000 റുപ്പീസ് മാത്രമേ മാക്സിമം ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു വർഷം കിട്ടൂ. അതുപോലെ തന്നെ ഈ ലോൺ എടുത്ത് 5 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഓക്കെ, ലോൺ എടുത്ത് 5 വർഷത്തിനുള്ളിൽ ബിൽഡിംഗ് പണി തീർന്നിരിക്കണം. ബിൽഡിംഗ് പണി തീർന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് 30,000 രൂപ ഡിഡക്ഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, സോ വിച്ച് മീൻസ് ഈ 1/4/2099 ശേഷം എടുത്തിട്ടുള്ള ലോണുകൾക്കെല്ലാം 2 lakh റുപ്പീസിന്റെ ലിമിറ്റ് കിട്ടും. ഓക്കെ, സമാധാനമുണ്ട്, 30,000 അല്ല 2 lakh റുപ്പീസ് വരെ ഡിഡക്ഷൻ കിട്ടും, കുഴപ്പമില്ല. സോ ബേസിക്കലി നമുക്ക് വരുന്ന ക്വസ്റ്റ്യനിലൊക്കെ ഈ പറയുന്ന 2 lakh റുപ്പീസിന്റെ ഡിഡക്ഷൻ ആണ് നിങ്ങൾക്ക് ലിമിറ്റ് ആണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഓക്കെ, സോ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് ഉണ്ട്, പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റിന്റെ പ്രത്യേകത എങ്ങനെയാ 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ് കിട്ടുന്നത്. എപ്പോ തൊട്ട് കിട്ടും? കൺസ്ട്രക്ഷൻ ഏത് വർഷമാണോ തീരുന്നത് ആ വർഷം തൊട്ട് 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് ഡിഡക്ഷൻ കിട്ടും. അതേസമയം പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡിന് ആ പ്രശ്നമൊന്നുമില്ല. ഏത് വർഷമാണോ, അതായത് കൺസ്ട്രക്ഷൻ തീർന്നു, ആ വർഷം ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടുണ്ട്, ആ വർഷം തന്നെ ഇവർക്കത് ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇൻകം ഫ്രം പ്രോപ്പർട്ടിയിൽ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. സെക്കൻഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ കേസിൽ നമുക്ക് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ കാര്യത്തിലും ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ കാര്യത്തിലും ഈ കണ്ടീഷൻ ഇല്ല. അതാണ് ഇവിടെ പ്രയോജനമുള്ളത്. ഓക്കെ, സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ NAV ബേസിക്കലി
നില്ലാന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഉള്ളത് സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. മാക്സിമം 2 പ്രോപ്പർട്ടി വരെ അറ്റ് എ ടൈം സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാം. അങ്ങനെ സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ NAV എന്ന് പറയുന്നത് നില്ലാണ്. NAV നില്ലായതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ഇൻട്രസ്റ്റിന് ഒരു ലിമിറ്റ് കൊടുത്തേക്കാം. ഇൻട്രസ്റ്റ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 30,000 എന്നൊരു ലിമിറ്റും വെച്ചിട്ടുണ്ട്, 2 lakh എന്നൊരു ലിമിറ്റും വെച്ചിട്ടുണ്ട്. ഈ 30,000 എന്ന ലോവർ ലിമിറ്റിലേക്ക് പോകുന്നത് ഈ പ്രോപ്പർട്ടി പണ്ട് കാലത്ത് പണിത പ്രോപ്പർട്ടി ആണെങ്കിൽ, വിച്ച് മീൻ 1499 മുമ്പ് പണിതിട്ടുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ 30,000 റുപ്പീസ് മാത്രമേ കിട്ടത്തുള്ളൂ. അതേസമയം ഇതൊരു 1499 ശേഷം പണിതതാണ്, അതുപോലെ തന്നെ 5 വർഷം കൊണ്ട് പണി തീർന്നിട്ടുണ്ട്. ആ 2 കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ വരെ ഒരു വർഷം ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി റിപ്പയർസ് ആൻഡ് മെയിൻ്റെനൻസ് നടത്തി. റിപ്പയർസ് ആൻഡ് മെയിൻ്റെനൻസ് നിങ്ങൾ ലോൺ എടുത്തു, സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയാണ്, ലോൺ എടുത്തു. ഓക്കെ, ഇൻ ദാറ്റ് കേസ് ഓൾസോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. പക്ഷേ ഇൻട്രസ്റ്റ് ഡിഡക്ഷന് അവിടെ 30,000 റുപ്പീസ് വരെ മാക്സിമം കിട്ടും. ഓക്കെ, സോ ഈ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ 30,000 ആണോ 2 lakh ആണോ എന്ന് നിങ്ങൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ മാത്രമേ ഈ ഒരു ഡിഡക്ഷൻ ഉള്ളൂ, ഈ ഒരു ലിമിറ്റ് ഉള്ളൂ. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി പണിതത് 1499 മുൻപാണ് പണിതിട്ടുള്ളതെങ്കിൽ 30,000 റുപ്പീസ് ആണ് മാക്സിമം കിട്ടുന്ന ഡിഡക്ഷൻ. 1499 ശേഷമാണ് പണിതിട്ടുള്ളതെങ്കിൽ നമുക്ക് 2 lakh റുപ്പീസ് വരെ ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. 2 lakh റുപ്പീസ് വരെ പേ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ, അക്രൂ ബേസിസ് കിട്ടും, പേ ചെയ്തിട്ടുണ്ടാവണം. സോ നിങ്ങൾക്ക് ആക്ച്വലി അങ്ങനെ ലോൺ ഉണ്ടായിരിക്കണം, പേ ചെയ്യണം. ആക്ച്വൽ പേയ്മെന്റ് നിർബന്ധമില്ല. ഓക്കെ, പേ ചെയ്തിട്ടുണ്ടാവണം എന്ന് പറയാൻ കാര്യം, പേ ചെയ്യുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് അങ്ങനെ ലോൺ അവിടെ ഉണ്ടായിരിക്കണം, ഇൻട്രസ്റ്റ് അക്രൂ ചെയ്തിട്ടുണ്ടാവണം. ആക്ച്വൽ പേയ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അക്രൂവൽ ബേസിസിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. സോ ദർ ഇസ് 2 lakh ആൻഡ് ദർ ഇസ് 30,000. സോ റിപ്പയർസ് ആൻഡ് മെയിൻ്റെനൻസ് ആണെങ്കിലും 30,000 റുപ്പീസ് വരെ മാക്സിമം കിട്ടത്തുള്ളൂ. നെക്സ്റ്റ് വൺ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഒരു എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ചെയ്യാം, ഒരു നല്ല ക്വസ്റ്റ്യൻ. മുനിസിപ്പൽ വാല്യൂ ഇസ് ഈക്വൽ ടു 3,30,000. ഫെയർ റെന്റ് is equal to 3,80,000. Standard rent is equal to 3,75,000. Then date of completion is after 1/4/1999. Okay, so the municipal tax is equal to 6%. Next one, interest. Current year interest ആണ്. Okay, 1,75,000. So compute income from house property. ഇതൊരു ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണ് കേട്ടോ. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിലുള്ള ഗുണം, നമുക്ക് GAV എന്ന് കമ്പ്യൂട്ട് ചെയ്ത് സമയം കളയണ്ട. സ്ട്രൈറ്റ് അവേ നമുക്ക് GAV മൈനസ് മുനിസിപ്പൽ ടാക്സ് ഒന്നും കണ്ടുപിടിക്കേണ്ട. സ്ട്രൈറ്റ് അവേ നമുക്ക് NAV നിൽ എന്ന് പറഞ്ഞ് പ്രൊളഞ്ച് ചെയ്യാം. Okay, so compute income from house property. Okay, compute ചെയ്യുക.
ഓക്കെ, നമുക്ക് GAV എത്ര വരുന്നുണ്ട്? GAV എത്ര കിട്ടിയ? GAV 3,25,000 വരും. ശരിയാണ്. GAV 3,25,000 വരും. ഇവിടെ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് പുതുതായിട്ട് പഠിക്കാനുള്ളത് മുനിസിപ്പൽ ടാക്സ് 6% എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഈസ് 6% ഓഫ് വാട്ട്? മുനിസിപ്പൽ ടാക്സ് ഈസ് 6% ഓഫ് വാട്ട്? 6% ഓഫ് ഏതാ? ഫെയർ റെന്റ് ആണോ, സ്റ്റാൻഡേർഡ് റെന്റ് ആണോ, മുനിസിപ്പൽ വാല്യൂ ആണോ? യെസ്, മുനിസിപ്പൽ വാല്യൂ. ഈ പോയിന്റ് ശ്രദ്ധിക്കണം. ഓക്കെ, സോ 3,30,000 6% എത്ര വരും? 3,30,000 6% എത്രയാ വരുന്നത്? 19,800. യെസ്, ശരിയാണ്. സോ NAV എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് NAV കിട്ടുന്നത് 3,55,200 NAV വരുന്നുണ്ട്. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് കിട്ടി. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ. NAV കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രേറ്റ് അവേ നമ്മുടെ 30% ഓഫ് NAV സ്റ്റാൻഡേർഡ് ഡയറക്ഷൻ പോവാം. സെക്ഷൻ 24. ഓക്കെ, 30% ഓഫ് NAV സ്റ്റാൻഡേർഡ് ഡയറക്ഷൻ എടുത്തു കഴിയുമ്പോൾ 30% ഓഫ് NAV മാത്രം കൊടുത്താൽ മതി. 1,06,560 ആണ് 30% ഓഫ് NAV വരുന്നത്. മൈനസ് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ 1,25,000 വരും. So the final answer will be, that is income from house property will be എത്ര വരും? കിട്ടിയോ? 73,640. Yes. 73,640 വരും. ശരിയാണ്. വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഓക്കെ, വൺ മോർ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. വൺ മോർ ക്വസ്റ്റ്യൻ. Municipal value is equal to 3,60,000. Fair rent is equal to 2,75,000. Standard rent is equal to 3,70,000. Then date of completion is after 1/4/1999. So നമുക്ക് ആ 30,000 ലിമിറ്റ് അല്ല, വേറെ 2 lakh ലിമിറ്റിനെ പറ്റി ആലോചിക്കാം. ഓക്കെ, വേറെ ക്വസ്റ്റ്യനിൽ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടോ നോക്കണം. നമുക്ക് സ്ട്രേറ്റ് അവേ അസംഷൻ എടുക്കില്ല. ഓക്കെ, ഇവ ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ പറഞ്ഞിരിക്കുന്നത് 55,000 rupees. And the interest on loan was taken for repair of building. Okay, next one. Interest on loan നമുക്ക് അറിയാം. Next one. Then municipal tax is equal to 8%. So compute income from house property. Compute ചെയ്യുക. ആൻസർ യെസ്, ശരിയാണ്. പറഞ്ഞിരിക്കുന്ന ആൻസർ ശരിയാണ്. പോസ്റ്റ് ചെയ്ത ആൻസർ ശരിയാണ്. വെരി ഗുഡ്.
ബാക്കിയുള്ളവർക്ക് എന്ത് ആൻസർ പറയൂ. നമുക്ക് ഇനിയും ആൻസർ കിട്ടാനുണ്ടല്ലോ. ഒരാൾ ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളല്ലോ. ഈ സെക്കൻഡ് വേർഷൻ ആൻസർ ശരിയാണ്. ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യും? ആൻസർ വേണം, നമുക്ക് ആൻസർ കിട്ടണം. 240 അല്ലല്ലോ, 1,76,000 240 എന്ന ആൻസർ വരില്ല. ചെറിയൊരു മിസ്റ്റേക്ക് എവിടെ വന്നിട്ടുണ്ട്, ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേ. 1,76,000 240 വരില്ല. ഓക്കെ, 1,76,840 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 1,76,840 1,76,840 ആണ് ആൻസർ, കറക്റ്റ് ആൻസർ വരുന്നത്. ഓഫ് കോഴ്സ് അത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കാണിക്കാൻ തീർച്ചയായിട്ടും. ഇതെന്തായിരുന്നു ക്വസ്റ്റ്യൻ? 3,30. യെസ്, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, സൊല്യൂഷൻ നമുക്കിപ്പോൾ ചെയ്യാം. സൊല്യൂഷൻ നമുക്കിപ്പോൾ ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഈ പറഞ്ഞ പോലെ 360, 275, 370. ഓക്കെ, സോ ഫസ്റ്റ് വൺ നമുക്ക് GAV കണ്ടുപിടിക്കാം. GAV എന്ന് പറയുന്നത് ഇവിടെ എത്രയാ? 3,60,000 വരും അല്ലേ? GAV 3,60,000 മൈനസ് മുനിസിപ്പൽ ടാക്സ് എടുക്കേണ്ടത് 6% ഓഫ് മുനിസിപ്പൽ വാല്യൂ, ദാറ്റ് ഈസ് 28,800. ഇപ്പൊ NAV നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. NAV വിൽ ബി എത്രയാ? 3,31,200. സോ NAV കിട്ടി. നെക്സ്റ്റ് വൺ 30% ഓഫ് NAV നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആ വാക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട. നിങ്ങൾ ആക്ച്വലി ചെയ്യേണ്ടത് NAV കണ്ടുപിടിച്ചു കഴിഞ്ഞ് മൈനസ് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 24, ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 24 എന്നൊരു ഹെഡിങ് കൊടുക്കുക, അണ്ടർലൈൻ ചെയ്യുക. ഇത് കഴിഞ്ഞ് ഫസ്റ്റ് വൺ A 30% ഓഫ് NAV. അത് കഴിഞ്ഞ് B ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ. ഈ ടെർമിനോളജി നിങ്ങൾ യൂസ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ക്ലാസ് പ്രപ്പോസൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന വാക്ക് ഉപയോഗിക്കുമെങ്കിലും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന വാക്ക് അവിടെ ലീഗലി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന വാക്കല്ല ഇവിടെ വരുന്നത്. സോ 30% ഓഫ് NAV എന്നൊരു ടേം മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, നമ്മുടെ ക്വസ്റ്റിൽ 30% ഓഫ് NAV എന്ന് പറയുന്നത് 99,360 മൈനസ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര വരും? ഇൻട്രസ്റ്റ് എത്രയാണ് വരുന്നത് ഇവിടെ? റിപ്പയേഴ്സ് അല്ലേ, അപ്പൊ ഇൻട്രസ്റ്റ് എത്ര വരും? ഇൻട്രസ്റ്റ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എത്ര വരും? എത്രയാ? 55 അല്ലേ? ക്വസ്റ്റ്യൻ എത്രയായിരുന്നു പറഞ്ഞിരിക്കുന്നത്? 55 അല്ലേ? ഈ ക്വസ്റ്റ്യൻ മിസ്സായല്ലോ. ക്വസ്റ്റ്യൻ കാണുന്നില്ലല്ലോ. ഓക്കെ, എനിവേ നമുക്കിത് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30,000 ഇൻട്രസ്റ്റ് ഓൺ റിപ്പയേഴ്സ് എന്ന് പറയുന്നത് 30,000 ക്യാപ്പ് വരും. ഇത് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നില്ല, നേരെ നമ്മൾ ലെറ്റേർഡ് പ്രോപ്പർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് 30,000 ക്യാപ്പ് ഇവിടെ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്ട്രേറ്റ് അവേ എത്ര 55,000 ക്യാപ്പിലേക്ക് പോകും. 55,000 നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, ഇവിടെ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സെൽഫ് ഓക്യുപ്പൈഡ് ട്രീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ 30,000 ലിമിറ്റ് വരുന്നുള്ളൂ. ഓക്കെ,
ഇത് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഈ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് നമുക്ക് ഈ 30,000 ലിമിറ്റ് വരുന്നില്ല. ആക്ച്വൽ എമൗണ്ട് പെയ്ഡ് തന്നെ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. സോ 55,000 സ്ട്രൈറ്റ് അവേ നമുക്ക് കുറയ്ക്കാം. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വിൽ ബി 1,76,840. ഓക്കെ, ഇതിൽ സെൽഫ് ഓക്യുപ്പൈഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരെ സ്ട്രൈറ്റ് അപ്പ് ഇത് 30,000 എന്ന ലിമിറ്റിലേക്ക് പോയേനെ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവിടെ. ഓക്കെ ഓക്കെ, നമുക്കിതൊന്ന് സമ്മറൈസ് ചെയ്യാം. സമ്മറൈസ് ചെയ്യുമ്പോൾ സെൽഫ് ഓക്യുപ്പൈഡിനുള്ള ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് ആണ്, ലെഫ്റ്റ് ഔട്ടിനുള്ള ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് ആണ്. സെൽഫ് ഓക്യുപ്പൈഡിന് NAV എന്ന് പറയുന്നത് നില്ലാണ്. ഓക്കെ, ലെറ്റ് ഔട്ടിന് പക്ഷെ അങ്ങനെയല്ല, കറക്റ്റ് നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് വൺ, സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് 30,000 സിമിലർലി 2 lakh rupees 200K ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. 30,000 ലിമിറ്റ് 14,99 മുമ്പ് പണിതിട്ടുള്ള ഒരു ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ 30,000 റുപ്പീസിന്റെ ലിമിറ്റ് ആപ്ലിക്കബിൾ ആയിട്ട് വരും. 1499 ശേഷം പണിതിട്ടുള്ളതാണെങ്കിൽ 2 lakh ആണ് ലിമിറ്റ് വരുന്നത്. ഇനി റിപ്പയർ പർപ്പസിന് വേണ്ടിയാണ് ലോൺ എടുത്തിരിക്കുന്നതെങ്കിൽ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് അഗെയിൻ 30K ലിമിറ്റ് ഉണ്ട്. ഈ പറയുന്ന ലിമിറ്റ്സ് ഒന്നും നമ്മുടെ ഈ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയിൽ വരുന്നില്ല. സെൽഫ് ഓക്യുപ്പൈഡിനാണ് ഈ ലിമിറ്റ്സ് വരുന്നത്. ഓക്കെ, നമുക്ക് എക്സാമിന് നോർമലി വരുന്നത് 2-3 പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് തരും. ആ പ്രോപ്പർട്ടീസിൽ നിന്ന് നോർമലി ഒരു 3 പ്രോപ്പർട്ടി നിങ്ങൾക്ക് തരും. പ്രോപ്പർട്ടി A, പ്രോപ്പർട്ടി B, പ്രോപ്പർട്ടി C. നിങ്ങൾക്കറിയാം അറ്റ് എ ടൈം നമുക്ക് 2 സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. 2 പ്രോപ്പർട്ടീസിനെ മാത്രമേ നമുക്ക് സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റൂ. ഡിക്ലെയർ ചെയ്താലുള്ള ബെനിഫിറ്റ് നമുക്കറിയാം NAV നില്ലാണ്. സോ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അതിന്റെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് ആ പറയുന്ന 30,000 ലിമിറ്റ് അല്ലെങ്കിൽ 2 lakh ലിമിറ്റ് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റലിന്റെ കേസിൽ വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു റിയാലിറ്റി അവിടെയുണ്ട്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് ABC 3 പ്രോപ്പർട്ടി ഉണ്ട്. ഈ 3 പ്രോപ്പർട്ടിയിൽ നിന്ന് ഏതൊക്കെ 2 പ്രോപ്പർട്ടി സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓവറോൾ ടാക്സ് ലയബിലിറ്റി കുറയുന്നത്, അല്ലെങ്കിൽ ഓവറോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കുറയുന്നത് ഏതൊക്കെ പ്രോപ്പർട്ടീസ് സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോഴാണ്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. ഞാൻ സെൽഫ് അസസ്മെന്റിന് ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് ചെയ്ത് നോക്കണം. ഞാൻ അതിന്റെ സൊല്യൂഷൻ നാളെ ഷെയർ ചെയ്തേക്കാം. ഓക്കെ, അത് ആ ഒരു മോഡലാണ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് എന്ന് പറയാനായിട്ടുള്ളത്. പിന്നെ വരുന്ന വേറൊരു മോഡൽ എന്ന് പറയുന്നത്, ലെറ്റ്സ് സേ ഒരാൾക്ക് ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. ഈ ഹൗസ് പ്രോപ്പർട്ടിയുടെ ഒരു 1/3 ബിസിനസ് പർപ്പസിനും 1/4 ബിസിനസ് പർപ്പസിനും ബാക്കിയുള്ള 3/4 റെസിഡൻഷ്യൽ പർപ്പസിനുമാണ്. ഇങ്ങനെയുള്ള കേസിൽ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് ഈ ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ സോറി 1 മിനിറ്റ്, ലെറ്റ്സ് സേ ഒരു പേഴ്സണ് ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. ആ ഹൗസ് പ്രോപ്പർട്ടിയുടെ 1/4 ലെറ്റ് ഔട്ടും 3/4 റെസിഡൻഷ്യൽ പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഉള്ള ഒരു പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെപ്പറേറ്റ് ഇത് രണ്ടും 2 ഇൻഡിപെൻഡന്റ് പ്രോപ്പർട്ടി ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, ഇതൊരു ഹൗസ് പ്രോപ്പർട്ടി 1 ആയിട്ടും ഇത് ഹൗസ് പ്രോപ്പർട്ടി 2 ആയിട്ട് നിങ്ങൾ കാണുക. എന്നിട്ട് ആ രീതിയിൽ നിങ്ങൾ ആ പ്രോബ്ലം സോൾവ് ചെയ്തെടുത്താൽ മതി. സെപ്പറേറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഞാൻ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ സെൽഫ് അസസ്മെന്റ് ഇട്ടേക്കാം. നിങ്ങൾ അത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് മാനേജബിൾ ആണോ എന്ന് നിങ്ങളൊന്ന് നോക്കണം. സൊല്യൂഷൻ ഞാൻ നാളെ ഷെയർ ചെയ്തേക്കാം. ഓക്കെ, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുന്ന സ്വഭാവം ഇൻസ്റ്റിറ്റ്യൂട്ടിനുണ്ട്. ഇത് പക്ഷെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല, അതാണ് റിയാലിറ്റി. കാരണം ഈ 3/4 സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിൽ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ ബെനിഫിറ്റ്സും ഡിസഡ്വാൻറ്റേജസ് അവർക്ക് വരും. അതേസമയം 1/4 ലെറ്റ് ഔട്ട് ആണെങ്കിൽ ഈ പറയുന്ന ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഇവർക്കുണ്ട്. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റലിന് ലിമിറ്റ് ഇല്ല. അതാണ് ഇതിനുള്ള പ്രയോജനം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഷെയർ ചെയ്തേക്കാം. അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരും. അത് കഴിഞ്ഞ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇഫ് നീഡ്. നെക്സ്റ്റ് ഒരു തിയറി ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അൺറിയലൈസ്ഡ് റെന്റ് സബ്സിക്വന്റ്ലി റിയലൈസ്ഡ്. ഒരു നല്ലൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. Unrealized rent subsequently realized.
ഓക്കെ, സോ നമുക്കൊരു റെന്റ് ഡ്യൂ ആയിട്ട് കിടപ്പുണ്ട്, പക്ഷെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അൺറിയലൈസ്ഡ് റെന്റ് സബ്സിക്വന്റ്ലി റിയലൈസ്. ഈ ഒരു കേസിലെ ടാക്സ് ട്രീറ്റ്മെന്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് നമുക്ക് റെന്റ് കിട്ടാനുണ്ട്, റെന്റ് കിട്ടിയിട്ടില്ല. ഓക്കെ, റെന്റ് ലെറ്റ്സ് സേ നമ്മുടെ ടെനന്റ് നാട്ടിൽ നിന്ന് വിട്ടുപോയി, അദ്ദേഹം റെന്റ് ഒന്നും പേ ചെയ്യാതെയാണ് പോയത്. പക്ഷേ ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചെയ്ത തെറ്റ് മനസ്സിലായി, നമുക്ക് ആ റെന്റ് തന്നു. ഈ ഒരു കേസിൽ ടാക്സബിലിറ്റി എങ്ങനെയാണ്? വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പറയാം. നമുക്ക് നോർമലി എല്ലാ വർഷവും കിട്ടുന്ന പോലെ റെന്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണോ നമ്മൾ അതിന്റെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യുന്നത്, സെയിം ട്രീറ്റ്മെന്റ് ഇവിടെ വരും. ഇറ്റ് മീൻസ് നമുക്ക് ഈ പറയുന്ന 30% റിഡക്ഷൻ കിട്ടും. അതുപോലെ സ്ട്രൈറ്റ് അവേ നമുക്ക് 30% റിഡക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇതിവിടെ ഒരു പ്രത്യേകതയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ബിൽഡിംഗ്, അതായത് നമുക്ക് നേരത്തെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, ആ ബിൽഡിങ്ങിലെ ടെനന്റ് ആയിരുന്നു, അദ്ദേഹം റെന്റ് തരാതെ നാട് വിട്ടു പോയി, 3-4 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി അല്ല അത്. ഇപ്പോൾ നമുക്ക് ആ ഒരു ബിൽഡിങ്ങിൽ ഓണർഷിപ്പ് ഇല്ല. ഈവൻ ദെൻ നമുക്ക് ഈ കിട്ടുന്ന അൺറിയലൈസ്ഡ് റെന്റ് ഇപ്പോൾ കിട്ടുമ്പോൾ അത് HP തന്നെയാണ് ടാക്സബിലിറ്റി വരുന്നത്. പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഓണർഷിപ്പ് ഇല്ല, നിങ്ങളുടെ പ്രോപ്പർട്ടി അല്ല അത്. പക്ഷെ ഈവൻ ദെൻ നിങ്ങൾക്ക് ഇപ്പോൾ റെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന റിക്കവറിക്ക് വേണ്ടി, റെന്റ് റിക്കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പെൻസസ് ഇൻകർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എക്സ്പെൻസ് കിട്ടില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു എക്സ്പെൻസ് കിട്ടുന്നില്ല. കാരണം അത്തരം എക്സ്പെൻസസും കൂടെ കിട്ടാൻ വേണ്ടി, കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആ 30% വാറ്റ് ഡിഡക്ഷൻ ഉള്ളത് സെക്ഷൻ 24. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നോർമലി ഇതിന്റെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഈസി ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രൊവിഷനിൽ നിന്ന് കമ്പാരിറ്റീവ്ലി. നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റുകളും പ്രിൻസിപ്പിൾസും മാത്രം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു വയ്ക്കുക. യു വിൽ ബി ഏബിൾ ടു മാനേജ് ഇറ്റ്. ഓക്കെ, ഒരു എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇത് 3 അറ്റംപ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. മുനിസിപ്പൽ വാല്യൂ 65,000. Fair rent is equal to 72,000. Standard rent is equal to 7,000. Actual rent per month is equal to 7,000. ഓക്കെ, ഈ പറയുന്ന തൊട്ട് മേളിൽ തന്നിരിക്കുന്ന ഫിഗറും പെർ മന്ത് ആണ്, ആക്ച്വൽ റെന്റും പെർ മന്ത് ആണ്. മുനിസിപ്പൽ ടാക്സ് 20,000. 5,000 പെയ്ഡ് ബൈ ടെനന്റ്. ടോട്ടൽ മുനിസിപ്പൽ ടാക്സ് 20,000 ആണ്, പക്ഷെ അതിൽ 5,000 ടെനന്റ് ആണ് പേ ചെയ്തിട്ടുള്ളത്. Interest on loan 15,000. Sewage expenses 4,000. 4,000 അല്ല, 6,000. കമ്പ്യൂട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. കമ്പ്യൂട്ട് ചെയ്യുക.
ഓക്കെ, പെട്ടെന്ന് കണ്ടുപിടിക്കുക, സമയമില്ല, പെട്ടെന്ന് കണ്ടുപിടിക്കുക. സീവേജ് എക്സ്പെൻസസ് അല്ലെങ്കിൽ വാച്ച്മാൻ എക്സ്പെൻസസ് അല്ലെങ്കിൽ പേഴ്സണൽ മെയിൻ്റനൻസ്, ഈ എക്സ്പെൻസസ് ഒന്നും കിട്ടില്ല. ഓക്കെ, ഒന്നും കിട്ടില്ല, വാട്ടവർ ഒന്നും കിട്ടില്ല. ആൻസർ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ആൻസർ വരുന്നത് സ്റ്റാൻഡേർഡ് റെന്റ് 7,000 പെർ മന്ത്. സോ ആനുവൽ റെന്റ് എന്ന് പറയുമ്പോൾ എത്രയാ? 84,000 ആണ്. എനിവേ, സോ മുനിസിപ്പൽ വാല്യൂ ആൻഡ് ഫെയർ മിച്ചവറി ഫെയർ എടുക്കുമ്പോൾ എത്രയാ? 22,000 വരും. സ്റ്റാൻഡേർഡ് റെന്റ് അതിലും കൂടുതലുണ്ട്, കുഴപ്പമൊന്നുമില്ല. സോ വെൻ വി കമ്പയർ ദിസ് എക്സ്പെക്ടഡ് റെന്റ് ആൻഡ് ആക്ച്വൽ റെന്റ് വിച്ചവറി ഫെയർ എന്ന് പറയുമ്പോൾ എത്രയാ? 84,000 GAV വരും അല്ലേ? സോ GAV വിൽ ബി 84,000. മുനിസിപ്പൽ ടാക്സ് ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതായത് ടോട്ടൽ 20,000 റുപ്പീസ് ഉണ്ട്, പക്ഷേ 5,000 റുപ്പീസ് ടെനന്റാ പേ ചെയ്ത്. അതുകൊണ്ട് നമുക്ക് ആ 5,000 കിട്ടില്ല, 15,000 ഇവിടെ കിട്ടത്തുള്ളൂ. സോ മുനിസിപ്പൽ ടാക്സ് ഇവിടെ നമുക്ക് 15,000 റുപ്പീസ് ഡിഡക്ഷൻ ആയിട്ട് അലോ ചെയ്യുന്നുള്ളൂ. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. സോ 84 മൈനസ് 15 പറയുമ്പോൾ എത്ര വരും? 69 ആണോ? 69,000 അല്ലേ? ഓക്കെ, 69,000 നിന്ന് നമുക്ക് 30% സ്ട്രൈറ്റ് അവേ കുറയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ 15,000 റുപ്പീസ് ലോണും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ലോണും നിങ്ങൾക്ക് കുറയ്ക്കാം. ഇൻട്രസ്റ്റ്. സോ ദെൻ യു വിൽ ഗെറ്റ് ദി ആൻസർ. ഓക്കെ, എക്സാക്ട് ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് വെക്കുക. ഓക്കെ, ഈ രീതിയിൽ തന്നെ സോൾവ് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ ഈ പറയുന്ന മുനിസിപ്പൽ ടാക്സിന്റെ ആണ്. ഓക്കെ, ഒരു അഡീഷണൽ പോയിന്റ് എനിക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ ഇൻട്രസ്റ്റ് ഓൺ ലോണിന്റെ കേസിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമുക്ക് ഈ പറയുന്ന NBFC അല്ല ബാങ്കുകളിൽ നിന്ന് അല്ല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കയ്യിൽ നിന്ന് തന്നെ ലോൺ എടുക്കണം നിർബന്ധമില്ല. ഈ പറയുന്ന ഇൻഡിവിജ്വൽസിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ലോൺ എടുത്തു വീട് പണിയാൻ വേണ്ടി അല്ലെങ്കിൽ ബിൽഡിംഗ് പണിയാൻ വേണ്ടി, അതിന് നിങ്ങൾ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ട്. ഈവൻ ദെൻ നിങ്ങൾക്ക് ആ ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കുന്ന ഒരു പ്രൊവിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം TDS പ്രൊവിഷൻസ് നമുക്ക് TDS പ്രൊവിഷൻസ് ഇപ്പൊ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകത്തില്ലായിരിക്കാം, മേ ബി. എനിവേ, TDS പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഉണ്ടാകുവാണെങ്കിൽ ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. 5,000 രൂപയ്ക്ക് മുകളിൽ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് പിടിക്കണം. ടാക്സ് പിടിച്ചിട്ടില്ലെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഡിഡക്ഷൻ മുഴുവൻ കിട്ടില്ല. ഓക്കെ, അതിന്റെ ഫിഗറിലേക്കൊക്കെ നമുക്ക് പതുക്കെ പോകാം. തൽക്കാലം നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്കിപ്പോൾ നോക്കണ്ട. നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റ്, ഒരൊറ്റ കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. ഈ കൺസെപ്റ്റ് നമുക്ക് പതുക്കെ നോക്കാം കേട്ടോ. PGBP കഴിയുമ്പോൾ നമുക്ക് ഈ കൺസെപ്റ്റ് നോക്കാം. ഇപ്പൊ അതിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷൻ തോന്നും. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രൊവിഷൻ ഇത്രയേ ഉള്ളൂ. NRIക്കാണ് ഇൻട്രസ്റ്റ് കൊടുത്തത്, TDS ആപ്ലിക്കബിൾ ആണ്. TDS പിടിച്ചിട്ടില്ലെങ്കിൽ എൻറ്റയർ എമൗണ്ട് നമുക്ക് ഡിഡക്ഷൻ കിട്ടില്ല. ഇപ്പൊ ഈ ഒരു കേസിൽ തന്നെ എത്രയാ 15,000 റുപ്പീസ് ഇവർ ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടുണ്ട്. ഈ ഇൻട്രസ്റ്റ് പേ ചെയ്ത് ലെസ് ഒരു NRIക്കാണ് ഇൻട്രസ്റ്റ് പേ ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഈ 15,000 റുപ്പീസ് പേ ചെയ്തപ്പോൾ ടാക്സ് പിടിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻട്രസ്റ്റ് ലോൺ നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടില്ല.
ഈ ഒരൊറ്റ പോയിന്റ് തൽക്കാലം അറിഞ്ഞിരുന്നാൽ മതി. നമ്മുടെ പർപ്പസിന് ഈ ഒരൊറ്റ പോയിന്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് പതുക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഈ ഒരു പോയിന്റ് ഒന്ന് ഇവിടെ നിങ്ങൾ പുറത്തിരിക്കണം. പിന്നെ ബാക്കി ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ വായിച്ചിരിക്കേണ്ട പോയിന്റ്സ് ഒക്കെ നോട്ട്സിൽ ഷെയർ ചെയ്തേക്കാം. വായിച്ചു പഠിക്കുക, നോട്ട്സ് നന്നായിട്ട് വായിച്ചു പഠിക്കണം. പിന്നെ നമ്മുടെ ഡെയിലി അസസ്മെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്ത് നോക്കണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിനേഷന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഡെയിലി അസസ്മെന്റിൽ നിങ്ങൾക്ക് തരത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്യുന്നതിന്റെ ആൻസർ ഞാൻ തന്നെ വെരിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന മിസ്റ്റേക്സ് നമുക്ക് ഉടനെ തന്നെ ടൈംലി ആയിട്ട് തന്നെ കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. വാട്സാപ്പ് ചെയ്ത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യോ DM ചെയ്യോ, എനിവേ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ മതി. ഡൗട്ട്സ് ഉള്ളത് ഞാൻ ക്ലിയർ ചെയ്തേക്കാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, വലിയ ഡിഫിക്കൽട്ടി ഒന്നും ഇല്ലാത്തൊരു ചാപ്റ്റർ. കുറച്ച് മൈന്യൂട്ട് പോയിന്റ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ ഞാൻ നോട്ട്സിൽ ഷെയർ ചെയ്തേക്കാം, അത് പഠിച്ചാൽ മതി. ഓക്കെ, പ്രോബ്ലം വരുന്ന ഏരിയാസ് എല്ലാം നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി ഉണ്ടാകാൻ സാധ്യതയുള്ളത് നമുക്ക് ഈ ചാപ്റ്ററിന്റെ കൂടെ തന്നെ IFISഉം ഒക്കെ കയറി വരും. IFISഉം സാലറി ഒക്കെ കയറി വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഈ ഒരു ചാപ്റ്ററിലെ കൺസെപ്റ്റിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതല്ലാതെ ഈ ഒരു ചാപ്റ്ററിൽ വലിയ ഡിഫിക്കൽട്ടി ഒന്നും ഞാൻ കാണുന്നില്ല. ഇല്ല, നോർമലി വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പ്രൊവിഷൻസ് ഒന്ന് മര്യാദയ്ക്കൊന്ന് ഓവറോൾ ഒരു പിക്ചർ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഈ 2 lakh rupees ലിമിറ്റും 30,000 rupees ലിമിറ്റും ഒക്കെ. സോ എനിവേ നമ്മൾ ചാപ്റ്റർ 1, 2, 3, 4 4 ചാപ്റ്റർ നമുക്കിപ്പോൾ കവർ ആയിട്ടുണ്ട്. സോ നമ്മൾ കുറച്ച് ഈ 10 ദിവസം കൊണ്ട് നമുക്ക് എൻ്റയർ സിലബസ് നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. സോ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ ഈ പറയുന്ന പോലെ ഡെയിലി അസസ്മെന്റ് ഒക്കെ ചെയ്താലേ നമ്മൾ ഈ ചെയ്യുന്നതുകൊണ്ട് വേണ്ടത്ര എഫക്റ്റീവ്നെസ് ഉണ്ടാകത്തുള്ളൂ. സോ ഡെയിലി അസസ്മെന്റ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്ത് പോകണം. ഡെയിലി നോട്ട്സ് ഷെയർ ചെയ്യുന്നുണ്ട്. ചാപ്റ്റർ വൈസ് നോട്ട്സ് ആണ്. ഡെയിലി തന്നെ പഠിച്ചു പോവുക. കുറച്ച് സ്റ്റുഡൻസ് എനിക്കറിയാം, കുറച്ച് സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. റെഗുലർലി പഠിക്കാൻ വേണ്ടി ഒരുപാട് മണിക്കൂർ സമയം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന സ്റ്റുഡൻസ് ഉണ്ടാകും. പക്ഷേ നമുക്കിനി എക്സാമിന് അറിയാലോ, ഒരു 2 മാസം സമയം കൂടെ ഉള്ളൂ. ഈ 2 മാസം നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാം പാസ്സാക്കി എടുക്കാൻ പറ്റും. അത്ര ഡിഫിക്കൽട്ടൊന്നും അല്ല ഈ എക്സാം. പക്ഷേ 2 മാസം ശരിക്കും ഒരു എഫേർട്ട് നിങ്ങൾ കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ഈ സബ്ജക്ട് പാസ്സാക്കി എടുക്കാൻ. ഓക്കെ, ഈ സബ്ജക്റ്റ് അല്ല, ഈ ഒരു ഗ്രൂപ്പ് ഒന്ന് പാസ്സാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ വേറൊരു റിക്വസ്റ്റ് ഉള്ളത്, ഡെയിലി ഒരു 5 to 6 hours നിങ്ങൾ പഠിക്കാൻ സമയം കണ്ടെത്തണം. ഓക്കെ, 5 to 6 ഇല്ലെങ്കിലും മിനിമം ഒരു 3 എങ്കിലും കിട്ടണം. കാരണം 3 പോരാ. ഓക്കെ, നിങ്ങൾക്കറിയാലോ നമുക്കിപ്പോൾ ഓൾഡ് സിലബസ് ഇനി ഒരുപാട് അറ്റൻഡ് ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ ഓൾഡ് സിലബസ് ഇപ്പൊ കഴിയും. ന്യൂ സിലബസിലേക്ക് പോകുമ്പോൾ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ഡീറ്റെയിൽ ഒരുപാട് ചേഞ്ചസ് ഇല്ലെങ്കിലും ചേഞ്ചസ് ഉണ്ട്. ഓക്കെ, സോ ആ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും ആ ഒരു ചേഞ്ചസിലേക്ക് നിങ്ങളൊന്ന് ആ ഒരു ഫ്ലോയിലേക്ക് എത്തി വരാനൊക്കെ വീണ്ടും കുറച്ച് സമയം എടുക്കും. അപ്പൊ എഗെയിൻ നിങ്ങൾക്കൂടെ ടൈം ലോസ് ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് ഈ ഒരു 2 അറ്റംപ്റ്റോടെ പാസ്സാകുന്ന രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഈ ഒരു 2 മാസം മര്യാദയ്ക്ക് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഈ ഗ്രൂപ്പ് കവർ ചെയ്യാൻ പറ്റും. അടുത്ത ഗ്രൂപ്പിന്റെ നമുക്ക് പതുക്കെ അത് കഴിഞ്ഞ സമയമുണ്ട്, നമുക്ക് അടുത്ത ഗ്രൂപ്പ് മാനേജ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് എന്റെ റിക്വസ്റ്റ് പോലെ തന്നെ പറയുവാണ്, കൂടുതൽ സമയം ഈ ഒരു 2 മാസം നിങ്ങളൊന്ന് സാക്രിഫൈസ് ചെയ്യുക. സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാകണം. അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു എഫേർട്ട് ഒക്കെ വെറുതെ ആയിപ്പോകും. കൂടുതൽ സമയം നിങ്ങൾ പഠിക്കാൻ കണ്ടെത്തണം. ഓക്കെ, ഒരു പ്ലാൻ ഉണ്ടാക്കുക. ഡെയിലി പ്ലാൻ അനുസരിച്ച് ഡെയിലി പോർഷൻസ് കവർ ചെയ്ത് പോവുക. ഒരു വീക്ക്ലി പ്ലാൻ ബേസിക്കലി ഉണ്ടായിരിക്കണം. ആ വീക്ക്ലി പ്ലാന്റെ ബേസിസിൽ ഡെയിലി കവർ ചെയ്യേണ്ട പോർഷൻസ് നിങ്ങൾ തീരുമാനിക്കണം. അങ്ങനെയൊക്കെ എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് ഈ ഗ്രൂപ്പ് കവർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക്സ് എ ലോട്ട്.